നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വെടിക്കെട്ടുപുരയിൽ തീ പിടിച്ച് സ്ഫോടനമുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ വെടിക്കെട്ടിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയിരുന്നു. മാത്രമല്ല, അവർ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു, ഒരു വാർത്തയാക്കിയിരുന്നു. ആ വാർത്തയാക്കിയതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് വലിയൊരു അപകടം, ഒരു ദുരന്തം അവിടെ സംഭവിച്ചിരിക്കുന്നത്. പൂരം ഒരുക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ദൂരദർശൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, ന്യൂസ് മലയാളം പോലുള്ള ചാനലുകൾ അവിടെ എത്തിയത്. അതിനു മുന്നുള്ള, അതായത് ആ ഒരുക്കങ്ങളൊക്കെ അവർ പകർത്തിയത്. വളരെ സന്തോഷത്തോടെ ഈ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ഇരുന്നവർ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അത് ഓരോ കഥകളും ഓരോ വിങ്ങലായി മാറുകയാണ്. അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് മാധ്യമങ്ങൾ അവിടെ എത്തി ആ ദൃശ്യങ്ങൾ പകർത്തിയതെന്തും ശ്രദ്ധേയം. വാർത്ത റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് അപകടമുണ്ടായത്. തൊഴിലാളികൾ പാട്ടുപാടിയും വളരെ സന്തോഷത്തോടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തത് ഒരു നോവായി മാറിയിരിക്കുകയാണ്. അവസാനം, അതായത് ഒരു ദുരന്തം വരുന്നു എന്നറിയാതെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത് അത് മനുഷ്യ മനസ്സിനെയൊക്കെ ഒന്നടങ്കം ഉലയ്ക്കുകയാണ്. അത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറം വിഷമം ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് നാടിനെ ഞെട്ടിച്ച ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപകടം നടന്ന് മണിക്കൂർ പിന്നിട്ടും സ്ഥലത്ത് പൊട്ടിത്തെറി ഉണ്ടായതും വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. വെടിക്കെട്ടുപുരയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2:30 വരെ ജോലി ചെയ്ത ഇരുന്നിലങ്കോട് സ്വദേശി കരുപ്പാൽ വീട്ടിൽ ഷാജി, അദ്ദേഹം രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. തലനാരിഴയ്ക്ക് 40 വയസ്സുകാരനാണ് അവിടെ ഉണ്ടായിരുന്നത്. 2:30 ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാണ് അദ്ദേഹത്തിന് തുണയായത്. തിരിച്ചെത്തും മുൻപ് താൻ എത്രയും നേരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പണിയെടുത്തുകൊണ്ടിരുന്ന വെടിക്കെട്ടുപുര നിന്ന് കത്തുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. മാത്രമല്ല, ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയവരൊക്കെ മരിച്ചു എന്ന വാർത്തയും ആ മനുഷ്യന് ഉൾക്കൊള്ളാനാകുന്നില്ല. 11 വർഷമായി വെടിക്കെട്ട് നിർമ്മാണ രംഗത്ത് ഷാജി ജോലി ചെയ്യുന്നുണ്ട്. മരുന്ന് നിറയ്ക്കുന്ന ജോലിയാണ് പ്രധാനമായും ചെയ്യുന്നത്. 40ഓളം തൊഴിലാളികൾ ആഴ്ചകളായി ഇവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നുവെന്ന് ഷാജി പറഞ്ഞു. പടക്കശാലയിൽ തിരികെട്ടിക്കൊണ്ടിരിക്കുകയാണ് വേലൂർ സ്വദേശി ഭവാനി സ്ഫോടന ശബ്ദം കേട്ട് ഞെട്ടിയത്. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് അവർക്ക് ഓർമ്മയില്ല. പടക്കശാലയ്ക്ക് പുറത്താണ് തിരികൂട്ടിക്കൊണ്ടിരുന്നത്. മിന്നലും പൊട്ടലും കേട്ടപ്പോൾ അവർ ജീവനും കയ്യിൽ പിടിച്ച് ഒരൊറ്റ ഓട്ടമായിരുന്നു. അങ്ങനെ ആ ഓടുന്നതിനിടയ്ക്ക് വീണ് പരിക്കേൽക്കുകയുണ്ടായി. ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലെത്തി. വേലൂരിൽ നിന്ന് 5 ആളുണ്ടായിരുന്നു പടക്കത്തിന് തിരികൂട്ടാൻ. പാലക്കാട് നെന്മാറ ഭാഗത്തു നിന്നും പടക്കശാലയിൽ ആളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, മറ്റൊരു വ്യക്തി, ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. കളത്തിൽ തിരി ഉണക്കാനിടുന്നതിനിടെ നിമിഷ നേരം കൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. ചൂട് കാരണമാകാം അപകടമുണ്ടായതെന്നും രക്ഷപ്പെട്ടത് സെക്കൻഡുകൾ കൊണ്ടാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. താൻ നിൽക്കുന്നിടത്തേക്ക് തീ പിടിക്കുകയായിരുന്നു. കളത്തിൽ തിരി ഉണക്കാൻ ഇടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തിരി കത്തുന്നത് കണ്ടതോടെയാണ് ഇറങ്ങി ഓടിയത്. ചൂട് കൊണ്ടായിരിക്കും കത്തിയതെന്നാണ് ആദ്യം കരുതിയത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശബ്ദത്തോടെ കത്താൻ തുടങ്ങി. അത് കണ്ട ഉടൻ തന്നെ വീണ് മറിഞ്ഞ് എഴുന്നേറ്റ് ഓടുകയായിരുന്നു. പിന്നാലെ മുഴുവൻ പൊട്ടാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്നില്ല. 2-3 സെക്കൻഡുകൾ കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. വേലിക്കമ്പി എടുത്തു ചാടിയാണ് പാടത്തേക്ക് എത്തിയത്. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടുവെന്നാണ് ആ വ്യക്തി പറഞ്ഞത്. ആർക്കെങ്കിലും ഓടാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2-3 സെക്കൻഡുകൾ മാത്രമാണ്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജീവൻ രക്ഷപ്പെട്ട 2-3 പേരുണ്ട്. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 2-3 പേരുണ്ട്. അതിനുള്ളിൽ തന്നെ എല്ലാം പൊട്ടിത്തെറിച്ച്, അതായത് 2 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എല്ലാം പൊട്ടിത്തെറിച്ച് തീഗോളമായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഉഗ്രസ്ഫോടന ശബ്ദങ്ങളും കുലുക്കവും വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു തെറിക്കുന്നതും കണ്ടപ്പോൾ ഭൂമി കുലുക്കമെന്നായിരുന്നു ആദ്യം നാട്ടുകാർ കരുതിയത്. കുട്ടംകുളം പാടത്ത് നിന്ന് വൻതോതിൽ പുക ഉയർന്നത് കണ്ടപ്പോഴാണ് വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞത്. ആളുകൾ പലയിടത്തു നിന്നായി ഓടിയെത്തി. മരങ്ങളെക്കാൾ ഉയരത്തിൽ തീ ആളുന്നതായിരുന്നു ആദ്യം കണ്ട കാഴ്ച. വൻ ശബ്ദത്തിൽ കുഴിമിന്നലുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അടുക്കാൻ സാധിച്ചില്ല. വെടിക്കെട്ട് സാമഗ്രികളിലെ ഫ്യൂസ് വയറുകളുടെ നീളം ക്രമീകരിക്കുന്നത് 75 മീറ്റർ വരെ ഉയരാൻ പാകത്തിലായതിനാൽ 4 ചുറ്റിന് ഇവ പാഞ്ഞെത്താമെന്ന സാധ്യത നിലനിന്നപ്പോഴും ജീവൻ പണയം വെച്ച് നാട്ടുകാർ പറമ്പിനരികിലേക്ക് ഓടിയെത്തി. സ്ഫോടനാഘാതത്തിൽ പുറത്തേക്ക് തെറിച്ചു വീണ് പൊള്ളലേറ്റ നിലയിൽ ഓടിയവരെ നാട്ടുകാരാണ് ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നാലെ പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. പറമ്പിനരികിലേക്ക് റോഡ് ഉണ്ടായിരുന്നെങ്കിലും ഫയർ എഞ്ചിനുകൾ എത്താൻ പാകത്തിന് വീതി ഉണ്ടായിരുന്നില്ല എന്നതും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി. ഇതോടെ പാടത്ത് വരമ്പുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നിരത്തി ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും അവിടേക്ക് എത്തിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ രക്ഷിച്ച ശേഷം പറമ്പിന് ചുറ്റുമുള്ള പാടത്തുകൂടി നടന്ന് രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തി. മനുഷ്യ ശരീരഭാഗങ്ങൾ പലയിടത്തായി
തുണ്ടുകളായി ചിതറിക്കിടക്കുന്ന ഭീകര കാഴ്ച. ഗുണ്ടുകളും അമിട്ടുകളും പൊട്ടാതെ പലയിടത്തേക്ക് തെറിച്ചു വീണതും അപകടത്തിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ വലിയ ഭീഷണിയാകുകയുണ്ടായി. ഓടി രക്ഷപ്പെടാൻ പാകത്തിന് കെൽപ്പുണ്ടായിരുന്നത് 7 പേർക്ക് മാത്രമാണ്. രക്ഷപ്പെട്ട ബാക്കിയുള്ളവർക്ക് മാരകമായ പൊള്ളലാണ് ഏറ്റിരിക്കുന്നത്. ഇടയ്ക്ക് അമിട്ടുകൾ കൂട്ടത്തോടെ ആകാശത്തേക്ക് ഉയർന്നു പൊട്ടിയപ്പോൾ രക്ഷാപ്രവർത്തകർക്കും സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു. 5:30-യോടെയാണ് അഗ്നിരക്ഷാസേന പറമ്പിനരികിലെത്തിയത്. കാണാവുന്ന ഭാഗങ്ങളെല്ലാം വെള്ളം ചീറ്റിച്ചു. ഇതിനുശേഷമാണ് പറമ്പിലേക്ക് കയറാൻ സാധിച്ചത്. മൊത്തം ചാരമായി മാറിയ പറമ്പിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു. 6:30-യോടെ തീ ഒതുക്കി വെടിക്കോപ്പുകൾ പൊട്ടാതെ കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം നാട്ടുകാരെ ഉൾപ്പെടുത്തി പരിസരമാകെ തിരച്ചിൽ നടത്തി. രാത്രി വൈകിയും തിരച്ചിൽ നടന്നു. മാത്രമല്ല സമീപത്തെ കുളത്തിലൊക്കെ സ്കൂബ ടീം അടക്കം പരിശോധന നടത്തിയിരുന്നു. നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല. 13 ജീവനുകൾ നഷ്ടപ്പെട്ട അപകടത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ ഈ ജോലിക്കില്ല എന്ന് പറയുകയാണ്. ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടുള്ള ഒരു മരണത്തിനും ജീവനും ഇടയിലുള്ള ഒരു ജോലിയാണിതെന്ന് അവർ ഒറ്റേ സ്വരത്തിൽ പറയുന്നുണ്ട്. അതേസമയം തിരുവമ്പാടി ഇത്തവണ വെടിക്കെട്ടിനില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. സർക്കാരും ജനങ്ങളും എന്തു പറയുന്നു അതനുസരിക്കുമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ആഘോഷപൂർവ്വം പൂരം നടത്താനുള്ള ഒരു സാഹചര്യമല്ല. ഇപ്പോൾ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്താനുള്ള കാര്യങ്ങളാണ് ദേവസ്വത്തിന്റെ ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വത്തിലെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ 5 പേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഏത് അന്വേഷണത്തെയും ദേവസ്വം സ്വാഗതം ചെയ്യുകയാണ്. നിരോധിത വെടിമരുന്ന് ഉൽപ്പന്നങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം കരുതുന്നത്. മുണ്ടത്തിക്കോട് സതീശന് ദേവസ്വം കരാർ നൽകിയിരിക്കുകയാണ്. അദ്ദേഹം മറ്റ് ഉത്സവങ്ങളുടെ പെരുന്നാളുകളുടെ ജോലികൾ കൂടി എടുത്തിരിക്കാമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. അപകടത്തിൽ അട്ടിമറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി സുരേഷ്. പൊതുജന വികാരവും ആചാരവും കണക്കിലെടുത്ത് ബാലൻസ് ആയ സമീപനം സ്വീകരിക്കും. ഇന്നലെ മുഴുവൻ തിരുവമ്പാടി ദേവസ്വം ബോർഡ് അധികൃതരുടെ കൂടെയായിരുന്നു. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് യോഗം ചേർന്നിട്ടില്ല. വലിയ ദുഃഖത്തിലാണ്. എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ദേശക്കാരും നാട്ടുകാരും കേരളക്കാരും ദുഃഖത്തിലാണ്. സർക്കാർ എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ നിൽക്കും. നടക്കാൻ പാടില്ലാത്ത അപകടമാണ് നടന്നതെന്നും ജി സുരേഷ് കുമാർ പറഞ്ഞു. തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. 13 പേർ മരിച്ച അപകടത്തിൽ 7 പേരുടെ പൂർണ്ണ മൃതദേഹങ്ങൾ ലഭിച്ചതായാണ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചത്. അതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അപകടം സൃഷ്ടിച്ച ആഘാതം അതിൽ നിന്ന് മുക്തമാവുക അത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.